ശബ്ദം കേൾക്കുന്നത്? ആരാ? ആരെങ്ങനെ ചെയ്ത? സേവക്, അയ്യോ എന്തോ പറ്റി? എഴുന്നേക്ക്. സേവക്, ആരെങ്ങനെ ചെയ്ത? സേവക്, എഴുന്നേക്ക്. തൃശ്ശൂർ പൂരത്തിന് കിട്ടിയ അതേ അടി. ഇമാതിരി സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തല്ലേ പ്രേമം തുടങ്ങ. നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. പതുക്കെ പതുക്കെ. എന്തു പറ്റി? വളഞ്ഞു കിട്ടിയെന്നാ തോന്നുന്നു. ഇപ്പൊ ഡ്യൂട്ടിയിലാണോ? ഹലോ, പബ്ലിക്കിന് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണേ. ഓക്കെ? ഹലോ, ഡ്യൂട്ടി ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? ഹലോ, ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തോ? ഹലോ, കംപ്ലീറ്റ് ആയില്ലേ? ഇതാണ് നടന്നത്. ഇതൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ആണോടാ? കേട്ടിട്ട് കറണ്ടിന് പോലും സഹിക്കുന്നില്ല. ഞാൻ പോവാ. നിക്കണം. എവിടെ പോവാ? ഈ വിഷയം എനിക്ക്, നിനക്ക്, കനക, നമ്മൾ മൂന്നുപേരല്ലാതെ ഒരു കുഞ്ഞു പോലും അറിയരുത്. പുറത്താരെങ്കിലും അറിഞ്ഞ മനുഷ്യന്റെ തൊലി ഒഴിഞ്ഞു പോയി. എടാ ദേവാകെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് വൈറലായി പോയില്ലടാ. എന്നാലും ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാടാ പെക്കൊച്ചിനെ വളച്ചെടുത്ത? എന്നമ്മാ കണ്ണ് സൗഖ്യമാ? അമ്മ കണ്ണ് സൗഖ്യന്താ? വെറുതെ ചൊറിയാൻ നിക്കണ്ട, പോവാ നോക്കടാ. ബോയ്സ്, നമ്മൾ ആരെങ്കിലും ഒക്കെ കണ്ട പ്രശ്നമാവും. അതുകൊണ്ടല്ലേ പിൻവാതിൽ വഴി വന്നത്. വെരി ഗുഡ്. ഉറപ്പായിട്ടും ഈ മണ്ഡപം തന്നെയല്ലേ? ശരി ശരി, അകത്തേക്ക് പോകാം. എടേ, ശരിക്കും റാമിന്റെ കല്യാണം തന്നെയാണോ? അതെ ചേച്ചി, ചേച്ചിയുടെ രാമനും സീതയ്ക്ക് തമ്മിലാ കല്യാണം. സ്റ്റോപ്പ് ഇറ്റ്. രാമനാ സീതയെ കല്യാണം കഴിക്കണം. എനിക്ക് ചേച്ചി പറയാൻ വന്നേ. സഹിക്കാൻ പറ്റില്ലെന്ന് പറയാൻ വന്നതാണ്. ചേച്ചി വിഷമിക്കണ്ട. ഈ രാത്രി തന്നെ പെങ്കൊച്ചിനെ നോക്കി കല്യാണം നമുക്ക് മുടക്കാം. ഇവിടെ സമയം കളയാതെ പോയി അന്വേഷിക്കാം. സീത ഒരു നല്ല കുട്ടിയാ. എന്തെങ്കിലും ഒരു ദിവസം അവളെന്റെ ഇഷ്ടം മനസ്സിലാക്കുമായിരിക്കും അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നിന്നെ ഇന്ന് ഞാൻ പൊക്കോടി. അവളുടെ നടപ്പ് കണ്ടില്ലേ? നീ ഇന്ന് രക്ഷപ്പെടത്തില്ലടി. നിന്നെ രക്ഷിക്കാൻ ആരാ വരുന്നേന്നൊന്ന് നോക്കട്ടെ. എടാ, ചേട്ടൻ എന്താടാ പോലീസുകാരെ കണ്ട പോലെ ഇത്ര ദേഷ്യത്തിൽ പോകുന്നത്? കല്യാണപ്പെട്ട് നമ്മുടെ ചേട്ടനെ ചീറ്റ് ചെയ്തടാ. ചേട്ടനെ ചീറ്റ് ചെയ്തു തന്നോ?
അതുകൊണ്ട് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പോവാ. ഉള്ള കേസ് വരാൻ വേണ്ടി കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. ഒരു ദിവസം ആ പെണ്ണ് ചേട്ടനെ എടുത്ത് റൊമാൻറ്റിക് ആയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ശരി. അത് കണ്ട് വിശ്വസിച്ച് ചേട്ടൻ ആ റൊമാൻസ് തിരിച്ചു കാണിക്കാൻ പോയപ്പോ സീത, താൻ പറഞ്ഞത് ഞാൻ ശരിക്കും ആലോചിച്ചു നോക്കി. ഞാനും തന്നെ പ്രേമിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഹലോ, ആരാ നിങ്ങള്? നീ? അതെ, നിങ്ങളോട് തന്നെ. അല്ല എന്തേത് പബ്ലിക് പ്ലേസിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? വെറുതെ ഇരിക്കും ചേച്ചി. ചേച്ചി അതെ ചേച്ചി, പ്രണയത്തിന് പബ്ലിക്കിന്ന് പ്രൈവറ്റ് ഒന്നും ഇല്ല ചേച്ചി. മൈ ഡാർലിംഗ്, എന്റെ മുഖത്ത് നോക്കി ആരാണെന്ന് ചോദിച്ചപ്പോ മന്ദമാരുതനായിരുന്നു ഞാനിപ്പോ ഒരു കൊടുങ്കാറ്റായി മാറിപ്പോയി. ഇപ്പൊ നീ കാണാതെ പോവും. രാമന്റെ കൂടെ ചേർന്ന് നീ ഡ്രാമ കളിക്കാ? ഡ്രാമയോ? അവന്റെ ഫ്രണ്ട് സേവാഗ് ഞങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞു. ചേച്ചി, അതും എനിക്കറിയില്ല. ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിലും മരിക്കട്ടെ, പക്ഷെ ഞങ്ങളുടെ പ്രണയം മരിക്കാൻ പാടില്ല ചേച്ചി. ഹലോ, രാമനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിട്ട് നിങ്ങളോട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെ സീരിയസ് ആയി എടുത്തിട്ടാണോ ഈ കോമാളി വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നത്? കോമാളിയോ? വാ കനകെ പോവാ. ഏയ്, നിക്കണേ അവിടെ. നിന്റെയൊക്കെ ഇഷ്ടത്തിന് കളിക്കാൻ ഞാനെന്താടി കളിപ്പാട്ടാണോടി? ഈ ചെറിയ പയ്യന്റെ മനസ്സിൽ ആഗ്രഹം വളർത്തിയിട്ട് നിരാശനാക്കി കളഞ്ഞല്ലോ. അയ്യനോ? നിങ്ങളോ? മുത്തശ്ശനെ പോലെ ഉണ്ട്. നിന്നെ കണ്ടാലും ഒരു കളവി ലുക്കുണ്ട്. ഞാൻ നിന്നെ പ്രേമിച്ചില്ലേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മേക്കപ്പ് ഇടാതെ ലിപ്സ്റ്റിക് ഇടാതെ പുറത്തേക്ക് വാടി. നീ യൂത്ത് ആണോ അതോ പഴയ ടെലിഫോൺ ബൂത്ത് ആണോ? നീ പിന്നെ എങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ വിഗ് മാറ്റിട്ട് വാ. വിഗോ? അപ്പൊ അറിയാം നിന്റെ ഗ്ലാമർ എന്താന്നുള്ളത്. തലേ കയറി കവിച്ചോളാണുള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയൊക്കെ പ്രണയിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പോലുള്ള പിള്ളേരോട് എങ്ങനെ പെരുമാറണോന്ന് എവിടെങ്കിലും പോയി പഠിച്ചിട്ട് വാടി. കൂട്ടാളികൾ ഒത്തുചേർന്ന് ഊറ്റിക്കൊടി കുഞ്ഞിക്കണ്ണൻ മച്ചാൻ ഇന്ന് പാടാൻ പോകുന്നേ. കണ്ടു നിൽക്കും കൂട്ടാളികൾ ഒത്തുചേർന്ന് ഊറ്റിക്കൊടി കുഞ്ഞിക്കണ്ണൻ മച്ചാൻ ഇന്ന് പാടാൻ പോകുന്നേ. കണ്ണാടി കൊപ്പയിലോ കണ്ണുമുടി ഊറ്റിയടി തച്ചിങ്ങൊന്ന് തേച്ച് വിട്ട കുടിപ്പൊതു കാട്ടനടി പോകുമേ. ഇത് പാമ്പ് വിഷമാ ചേർന്ന് കുടിച്ച അത് ഒരു സോഷ്യലിസമാ. കണ്ടു നിൽക്കും കൂട്ടാളികൾ ഒത്തുചേർന്ന് ഊറ്റിക്കൊടി കുഞ്ഞിക്കണ്ണൻ മച്ചാൻ ഇന്ന് പാടാൻ പോകുന്നേ. കുഞ്ഞുങ്ങൾ കെട്ടിയോളും എല്ലാവർക്കും ഇന്നിയിടം വേണം. ഇന്നിയിടം ഇല്ല എങ്കിൽ സ്വാമി മഠം വേണം. മേസ്തിരി കടം വാങ്ങി കുടിക്കുന്നല്ലോ. ഇതാടാ ചേട്ടന്റെ ഫ്ലാഷ് ബാക്ക്.